ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുക, അവരെ ഖൽബ് കൊണ്ട് ശരിക്കും മഹബ്ബത്ത് വെക്കുക. ചെറിയൊരു മുത്തഅല്ലിമാണെങ്കിലും ആ മുത്തഅല്ലിമിന് വലിയ ബഹുമാനമുണ്ട്. ഓതി പഠിച്ചു തുടങ്ങുന്ന മുത്തഅല്ലിമാണെങ്കിലും ആ മുത്തഅല്ലിമിന് വലിയ ബഹുമാനമുണ്ട്. കാരണം ആ മുത്തഅല്ലിമിന് സദാ മലക്കുകൾ കാവലിനുണ്ട്. സ്പെഷ്യലായ മലക്കുകളുണ്ട്. മുഅ്മിനീങ്ങളെ കൂടെ ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. അവരല്ല ഇൽമിന്റെ അഹ്ലുകാരെന്ന ബഹുമാനത്തിൽ ഇവര് പോകുന്ന എല്ലാ പ്രതലങ്ങളിലും അവർക്ക് നന്മക്ക് തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ മലക്കുകളുണ്ട്. ആ മലക്കുകൾ എപ്പോഴും പ്രൊട്ടക്ഷൻ നൽകിയിട്ട് ഇങ്ങനെ നടക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അവരോട് നമ്മൾ വലിയ മഹബ്ബത്ത് വെച്ചാൽ, അവരെ നല്ലോണം സ്നേഹിച്ചാൽ, ആലിമീങ്ങളെ മഹബ്ബത്ത് വെച്ച് അവരെ നല്ലോണം സ്നേഹിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്ത് നിലനിർത്തുന്ന നല്ല സന്താനങ്ങളെ നമ്മുടെ പെരടിയിൽ നിന്ന്, മുതുകിൽ നിന്ന്, പേരമക്കളിലൂടെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് തീർച്ചയാണ്. അതുകൊണ്ട് നല്ല ബഹുമാനം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ആലിമീങ്ങൾക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യം ഖബറിൽ നമുക്കും ലഭിക്കണം. വിതരണം ചെയ്ത ഇൽമുകൾ വെറുതെയാകൂല. അത് ഓരോ കാലത്തും പ്രസക്തിയോടെ വർദ്ധിച്ചു വരും. ആ ആലിമീങ്ങൾ ലോകത്ത് ഏറ്റവും നല്ല ഉത്കൃഷ്ടരായി ജീവിച്ചുള്ള ജീവിതമാണ് കാണിച്ചു തന്നത്. മഹാന്മാരായ അയിമ്മത്തുൽ അർബഅ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന ശൈലിയിൽ തന്നെയാണ് സൂക്ഷ്മശാലികളായ ആലിമീങ്ങളുടെ ഉലമാക്കളുടെ ജീവിതം.